സതീശൻ UDF ചെയർമാൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണിയിലെ കോഴിക്കോട് ജില്ലയിലെ നേതാക്കന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, തൊഴിലാളി സഹായത്തിലെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ പ്രിയങ്കരനായ ജനനേതാവ് ഏവർക്കും രാഘവേട്ടനായിട്ടുള്ള ശ്രീ MK രാഘവൻ, അദ്ദേഹം വേദിയിലേക്ക് കടന്നു വരുന്ന ഈ സമയം ഒരു പ്രസംഗത്തിന് ഔചിത്യമുള്ള സമയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ആവേശത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരു ജനതയെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി കോഴിക്കോടെത്തി, ഭക്ഷണം കഴിക്കാൻ ചില സ്ഥലങ്ങളിൽ പോയി, വാഹനത്തിൽ ഇങ്ങോട്ട് വന്നു. അവിടെ എല്ലാം സാധാരണക്കാരായ ജനങ്ങളെ കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയുണ്ട് കോഴിക്കോട്? ഒരേ സ്വരത്തിൽ, ഒരാൾ പോലും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞില്ല. ഒരേ സ്വരത്തിൽ എനിക്ക് കിട്ടിയ മറുപടി, അത് നമ്മുടെ രാഘവനെ തോന്നിക്കാൻ ഇവിടെ ആരാണുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഈ യാത്രയിൽ എത്തിച്ചേർന്ന മുഴുവൻ UDF പ്രവർത്തകരും ഈ കസേരയിലേക്ക് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിൻവശത്ത് ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം ഇരിക്കാനുള്ള കസേര ഇവിടെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിർബന്ധമായും എല്ലാവരും കയറിയിരിക്കണം. ജാഥ ഇനിയും, പ്രവർത്തകർക്ക് ഇനിയും വന്നു കയറാനുണ്ട്. നിർബന്ധമായും എല്ലാ UDF പ്രവർത്തകരും ഈ കസേരയിലേക്ക് കയറിയിരിക്കണം. നിർബന്ധമായും ഇരിക്കണം. ഇവിടെ എല്ലാം കസേരകളുണ്ട്, ഇവിടേക്ക് കയറിയിരിക്കണം. ഏറ്റവും കൂടുതൽ എന്നെ അനുഗമിച്ച ഡ്രൈവറിനോട്, വണ്ടി ഓടിച്ച വ്യക്തിയോട് ഞാൻ ചോദിച്ചു, ഇതേ ചോദ്യം ചോദിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ, രാഘവേട്ടൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സുഹൃത്താണ്, ഒരു സഹോദരനാണ്. അത് ഏറ്റവും താഴെ തട്ടിലുള്ള വ്യക്തിക്കാണെങ്കിലും ഏതൊരു വ്യക്തിക്കും അനുഭവിക്കാവുന്ന ഒരു സൗഹൃദമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്. യഥാർത്ഥത്തിൽ ഇതല്ലേ ജനകീയത, ഒരു ജനനേതാവിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത്? ഒരുപക്ഷെ ഞാനിവിടെ നേരത്തെ പ്രസംഗത്തിൽ കേട്ടു അദ്ദേഹത്തെ പഞ്ചായത്ത് മെമ്പർ എന്നൊക്കെ അധിക്ഷേപിക്കുന്നത്. അതൊന്നും നിങ്ങൾ അത് കാര്യമാക്കണ്ട. കാരണം പിണറായി വിജയന്റെ ശൈലി കണ്ട് അത് ആരാധിക്കുന്നവർക്ക് ജനകീയത എന്താണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് അത്രയും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഘവേട്ടൻ എന്ന ജനപ്രതിനിധി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയം അത് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ 17 പൊതുതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യത്തെ സ്നേഹിക്കുന്നവരൊക്കെ ഏറെ ആശങ്കയോടുകൂടി കാണുന്നതാണ് 18ാമത് പൊതുതെരഞ്ഞെടുപ്പ്. കാരണം ഇനി ഒരിക്കൽ കൂടി BJP അധികാരത്തിൽ വന്നാൽ നാം അഭിമാനിക്കുന്ന നമ്മുടെ ഭാരതം, ഇന്ത്യ ഇതേ നിലയിൽ തന്നെ മുന്നോട്ട് പോകുമോ എന്നുള്ള ആശങ്ക നമ്മെ എല്ലാവരെയും നയിക്കുന്നു. അതുകൊണ്ട് തന്നെ 17 പൊതുതെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമാണ് 18ാമത്തെ പൊതുതെരഞ്ഞെടുപ്പ്. ഭാരതത്തിന്റെ ആത്മാവിനെ വീണ്ടെടുക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരും സജ്ജമാണ് എന്നെനിക്കറിയാമെങ്കിൽ പോലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും.
ഈ തെരഞ്ഞെടുപ്പിലേക്ക് നടന്ന് നീങ്ങുന്ന ഈ കാലഘട്ടം ശ്രീരാമക്ഷേത്ര ഉദ്ഘാടനത്തിനെ തുടർന്ന് പ്രിയപ്പെട്ട ഐക്യജനാധിപത്യയുടെ പ്രവർത്തകന്മാർ എല്ലാവരും ജാലിയോടൊപ്പം റോഡ് ഷോയോടൊപ്പം വന്ന മുഴുവൻ ആളുകളും അകത്തേക്ക് കയറിയിരിക്കണം. അവിടെ നമ്മുടെ വഴിയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും അകത്തേക്ക് കയറി കസേരയിൽ ഇരിക്കണം. ദയവായി എല്ലാവരും ഈ ഭാഗത്തൊക്കെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ദയവായി തയ്യാറാക്കിയുള്ള കസേരയിലേക്ക് കയറിയിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മുഴുവൻ ആളുകളും പ്ലീസ്, ഇവിടെയൊക്കെ ഉള്ള ആളുകൾ എല്ലാവരും കയറിയിരിക്കണം. പ്ലീസ് പ്ലീസ് എല്ലാ പുറകിലുള്ള എല്ലാവരും മുൻവശത്തേക്ക് കയറിയിരിക്കണം അഭ്യർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞത് പ്രചണ്ഡമായ പ്രചരണം BJP അഴിച്ചുവിടുന്ന ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ 2 മാസത്തിലൂടെ ഭാരതം കടന്നത്. ഒന്ന്, BJPക്ക് 370 സീറ്റ്, അത് ചിലർ 400 എന്ന് പറയും. കോൺഗ്രസ് ഇവിടെ തീർന്നു. ഇങ്ങനെയൊക്കെ പ്രചരണം നടത്തിക്കൊണ്ട് ശ്രീരാമക്ഷേത്ര ഉദ്ഘാടനം, അതേക്കുറിച്ചൊന്നും ഞാൻ സമയക്കുറവാണ് കിടക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രചരണം അഴിച്ചുവിടുന്നുണ്ട്. പക്ഷെ ഈ പ്രചരണം അഴിച്ചുവിടുന്നവർ 370 400 സീറ്റും കിട്ടും എന്ന് അവകാശപ്പെടുന്നവർ, അഹങ്കരിക്കുന്നവർ എല്ലാ BJP ഓഫീസുകൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. BJPയുടെ ഓഫീസിന്റെ വാതിൽക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കാം എന്നുള്ള ബോർഡുകൂടാണ് അവിടെ വെച്ചേക്കുന്നത്. അതാണ് കഴിഞ്ഞ ദിവസം 370 സീറ്റ് കിട്ടുമെന്ന് അഹങ്കരിക്കുന്നവർ എന്തിനാണ് വേസ്റ്റായി മാറിയ ഓരോരുത്തരെ ചുമന്നുകൊണ്ട് കേരളത്തിലടക്കം കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് അവര് പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഈ 370 എന്ന് പറയുമ്പോൾ എത്ര ആലോചിച്ചിട്ടും എങ്ങനെയാണ് 370 എന്ന് കണക്ക് കിട്ടുന്നില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് പ്രസംഗിച്ചു, കേരളത്തിൽ നിന്ന് 2 അക്കം കണക്കും 10 സീറ്റ് കിട്ടുമെന്ന്. തമിഴ്നാട്ടിൽ 20 സീറ്റ്. ഇതൊക്കെയാണ് അവിടെ 370 കണക്ക്. അന്നേരം തന്നെ ഈ കണക്കെന്താണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടുമല്ലോ. ഇതൊരു പ്രചരണം മാത്രമാണെന്നുള്ളത്. കാരണം എത്ര ആലോചിച്ചിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2019 നടന്ന തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ഗുജറാത്തിൽ 26 സീറ്റ് 26 BJPക്ക്, രാജസ്ഥാനിൽ 25 സീറ്റ് 25 BJPക്ക്, ഡൽഹിയിൽ 7 സീറ്റ് 7 BJPക്ക്, ഹരിയാനയിൽ 10 BJPക്ക്, ഉത്തരാഖണ്ഡിൽ 5 BJPക്ക്, ഹിമാചലിൽ 5 BJPക്ക്, മധ്യപ്രദേശിൽ 29 28 BJPക്ക്, ബീഹാറിൽ 40 39 BJPക്ക്, മഹാരാഷ്ട്രയിൽ 48 43 BJPക്ക്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് അവർക്ക് സ്വാധീനമുള്ള മേഖലയിൽ കിട്ടാവുന്ന പരമാവധി കഴിഞ്ഞവണ കിട്ടി. ഇത് കൂടുതലൊന്നും കിട്ടാനില്ലല്ലോ. അങ്ങനെ പിന്നെ ഈ പ്രചരണം ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? മറിച്ച് നമ്മുടെ പ്രിയങ്കരനായ ഇന്ത്യ ഇന്ന് പ്രതീക്ഷയോടുകൂടി കാണുന്ന രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലേക്കും ബീഹാറിലേക്കും കടന്നു വന്നപ്പോൾ അവിടെ കൂടിയ ആൾക്കൂട്ടം തന്നെ ആ ജന പിന്തുണ തെളിയിക്കുന്നത് എത്രത്തോളം ദുസ്സഹമായി ഉത്തരേന്ത്യയിൽ ജനജീവിതം എന്നുള്ളതാണ്. BJP തന്നെ ഇപ്പൊ തിരിച്ചു പറയുന്നുണ്ട്, ബീഹാറിൽ നിതീഷ് കുമാറിനെ എടുത്തത് വലിയ അബദ്ധമായി പോയി എന്ന് പറയുന്നതിലേക്ക് വന്നു. കാരണം ബീഹാറിൽ ഇന്ന് ഏറ്റവും അൺപോപ്പുലർ ആയിട്ടുള്ള മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ നിതീഷ് കുമാർ എന്ന് ജനങ്ങൾ പറയുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അന്നേരം ഈ 370 കേട്ട് ആരും വശംവദരാകരുത് എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്കൊക്കെ കേരളത്തിലെ UDFകാർക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസുകാർക്ക് ഈ പ്രചരണമെല്ലാം കൂടെ കേട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയ ക്ഷീണം സംഭവിച്ചു എന്നൊരു തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ 4 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അത് തെലങ്കാന നമുക്ക് കിട്ടി, 3 നമുക്ക് നഷ്ടപ്പെട്ടപ്പോഴത്തേക്കും നമുക്ക് നിരാശയുണ്ടായി. ശരിയാണ്, എല്ലാവർക്കും നിരാശയുണ്ടായി. അന്നേരം BJPയുടെ പ്രചരണം ഞങ്ങൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഉച്ചത്തിൽ കേരളത്തിൽ ആ പ്രചരണം നടത്തിയത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ട് തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. തെലങ്കാനയിൽ അതിന് 6 മാസം മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ട് 3ാം സ്ഥാനത്ത് പോയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ ഉദയം ചെയ്ത് അധികാരത്തിൽ വന്നു എന്നുള്ളത് ഒരു CPM-കാരനും എന്ന് പറയത്തില്ല. അവരുടെ അജണ്ട അതല്ല. പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു, കോൺഗ്രസ് ഒലിച്ചുപോയി എന്ന് ആവർത്തിക്കുന്നവരോട് ഒരു കാര്യം ചോദിക്കേണ്ടതുണ്ട്. 20 വർഷം അധികാരമില്ലായിരുന്ന മധ്യപ്രദേശിൽ 20 വർഷം അധികാരമില്ലായിരുന്നു. അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും 40%-ലേറെ വോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്നുള്ള വസ്തുത നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ? പശ്ചിമ ബംഗാളിൽ ഒരു ടേം അധികാരത്തിൽ നിന്ന് മാറിയപ്പോൾ പായൽ ഒഴുകിപ്പോയ CPM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും എന്റെ പാർട്ടി അടക്കമുള്ള പാർട്ടിയെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
അവരാണ് 20 വർഷം അധികാരത്തിലില്ലായിരുന്നിട്ട് 40% കിട്ടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒലിച്ചുപോയെന്ന് പറയുന്നു. ഛത്തീസ്ഗഡിൽ അധികാരം നഷ്ടപ്പെട്ടു, 42% വോട്ട് കഴിഞ്ഞ തവണയും കിട്ടി. രാജസ്ഥാൻ അധികാരത്തിൽ നഷ്ടപ്പെട്ടു, 39.84% വോട്ട്, കേവലം 1.25% വോട്ട് മാത്രമാണ് BJPക്ക് കൂടുതൽ കിട്ടിയത് രാജസ്ഥാനിൽ. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ എന്തുണ്ടാക്കുമെന്നാണ് കേരളത്തിൽ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം, നിങ്ങളൊന്നും ഇത് കേട്ട് അത് വിശ്വസിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഇന്ത്യയുടെ യാഥാർത്ഥ്യം, ഭാരതത്തിന്റെ ഗ്രാമങ്ങളിലെ യാഥാർത്ഥ്യം തികച്ചും വ്യത്യസ്തമാണ് എന്നുള്ളത് പറയാൻ വേണ്ടിയാണ്. അവിടെ ഇന്ന് ഒരു കാര്യം CPM-നെ സംബന്ധിച്ചിടത്തോളം മേളി ആകാശവും താഴെ ഭൂമിയും എന്നുള്ള നിലയിൽ നടക്കുകയാണ്. അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അതുകൊണ്ട് കിട്ടാവുന്നതെല്ലാം നേട്ടം. കേരളത്തിൽ എന്ത് നുണ പറഞ്ഞും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരു ആശങ്ക വർദ്ധിപ്പിച്ച് അതിൽ നിന്ന് കുറച്ച് വോട്ട് കിട്ടിയാൽ 2 or 3 സീറ്റ് കിട്ടിയാൽ അത്രയും മിച്ചം എന്ന് കാണുന്ന കാഴ്ചപ്പാടുമായി CPM നടക്കുമ്പോൾ ഈ കള്ളത്തരം ജനങ്ങളിലേക്ക് തുറന്നു കാട്ടാനുള്ള അവസരമായി ഓരോ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന് ഏറ്റെടുക്കണം. കേരള രാഷ്ട്രീയത്തിലെ കുറിച്ച് ഞാൻ അധികമൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിരവധി നേതാക്കന്മാരുണ്ട്, അവര് പ്രസംഗിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അധികം കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, പിണറായി വിജയന്റെ ഭരണത്തെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ, പണ്ട് ഇങ്ങോട്ടൊക്കെ ചൊല്ലുണ്ടെന്നറിയില്ല, ഞങ്ങളുടെ അവിടോട്ടൊക്കെ ഒരു ചൊല്ലുണ്ട്, ഒന്നും കാണാതെ തിരുമേനി കൗമീനം അഴിക്കത്തില്ല എന്ന് പറയുന്നു. പിണറായി വിജയൻ എന്തേലും ചെയ്യുന്നെങ്കിൽ അത് വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി അതെന്റെ മകൾക്ക് എത്ര, മകൻ എത്ര എന്നുള്ളത് കണക്ക് കൂട്ടിക്കൊണ്ട് മാത്രമേ ഓരോ കാര്യവും ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിന്റെ പ്രക്രിയയിൽ, ആ പ്രയാണത്തിൽ അദ്ദേഹം കേരളത്തോട് ചെയ്തിട്ടുള്ള മഹാ അപരാധം. ഇപ്പൊ വയനാട്ടിൽ നടന്ന, പൂക്കോട്ട് നടന്ന സംഭവം, സിദ്ധാർത്ഥ എന്ന ചെറുപ്പക്കാരന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ, ഞാൻ അതിലേക്ക് വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. കാടത്തമാണ് നടക്കുന്നത് അല്ലേ? മലയാളിക്ക് ലജ്ജിക്കാവുന്ന നിലയിലേക്ക് കാടത്തം നടക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ, പണ്ട് ഒരു പ്രശസ്തനായ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു പരാമർശമുണ്ട്, ഒരു രാജ്യത്തെ തകർക്കണമെങ്കിൽ, ഒരു സംസ്ഥാനത്തെ തകർക്കണമെങ്കിൽ ബോംബൊന്നും ഇടേണ്ട കാര്യമില്ല, അവിടുത്തെ വിദ്യാഭ്യാസം തകർത്തു കഴിഞ്ഞാൽ ആ സംസ്ഥാനം തകർന്നോളും എന്നുള്ളത്. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ? കൂട്ടപലായനം നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന്. ഇവിടുത്തെ കാലിക്കറ്റിലെ സ്ഥാപനങ്ങളുടെ കാര്യം എനിക്കറിയില്ല, പക്ഷെ കേരളത്തിൽ ഉടനീളം കാണുന്നത് ഏറ്റവും പ്രഗത്ഭ എന്ന് വിശ്വസിച്ചിരുന്ന സ്ഥാപനങ്ങളിൽ പോലും പഠിക്കാൻ കുട്ടികളില്ലാത്ത അവസ്ഥ. ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ച മാർവാനീസ് കോളേജ് എന്ന് പറഞ്ഞ കേരളത്തിലെ 1ാമത് കോളേജാണ്, ഓട്ടോണമസ് കോളേജാണ്. മാർവാനീസ് കോളേജിന്റെ മുമ്പിൽ കൂടെ പോയപ്പോഴത്തേക്കിന് ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നു. പ്രിൻസിപ്പൽ അച്ഛൻ ഒരു ബോർഡ്, നമ്മുടെ ഈ ഹൈവേ കടക്കെ പോകുമ്പോൾ മീൽസ് റെഡി എന്ന് പറഞ്ഞൊരു ബോർഡും പിടിച്ചോണ്ടിരിക്കുമല്ലോ ആൾക്കാർ, എന്ന് പറഞ്ഞ പോലെ പ്രിൻസിപ്പൽ അച്ഛൻ ബോർഡും പിടിച്ചോണ്ടിരിക്കുന്നു, സീറ്റ് ഒഴിവുണ്ടെന്നും പറഞ്ഞ് ബോർഡും പിടിച്ചോണ്ടിരിക്കുന്നു. കേരളത്തിലെ ഒട്ടുമുക്കാൽ കോളേജുകളിലും, പ്രശസ്തമായ കോളേജുകളുടെ അവസ്ഥ ഇതാണ്. ആ നിലയിലേക്ക് വിദ്യാഭ്യാസത്തെ തകർത്തതിന്റെ ഭാഗമായി പൂക്കോട്ട് സംഭവിക്കുന്നത്, സാമൂഹ്യ വിരുദ്ധരുടെ കൂട്ടായ്മയായ വിദ്യാഭ്യാസ മേഖലയെ മാറ്റി എന്ത് തോന്നിയാസവും കാണിക്കാൻ പറ്റുന്ന മേഖലയായി മാറ്റിയതിന്റെ പരിണിത ഫലമാണ് ഇത്തരം ദാരുണ സംഭവങ്ങൾ നമ്മുടെ മേഖലയിൽ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്നത് എന്ന് പറയുന്നത്. പകരം പിള്ളേരെ ഉപയോഗിക്കുന്നത് എന്തിനാണ്? അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഈ കോഴിക്കോട് നമ്മുടെ ഈ UDF ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 2016 അവസാനിച്ചപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? മദ്യനയത്തെ കുറിച്ചാണ്. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അന്നെടുത്ത ചില മദ്യനയത്തെ കുറിച്ചാണ് കേരളം ചർച്ച ചെയ്തത്. 8 വർഷം കഴിഞ്ഞ് കേരളം ചർച്ച ചെയ്യുന്ന ഇതിനെ കുറിച്ചാണ്, മയക്കുമരുന്നിന്റെ വ്യാപനത്തെ കുറിച്ചാണ്. ഈ കലാലയങ്ങളിലടക്കം മയക്കുമരുന്നിന്റെ പിടിയിൽപ്പെട്ട ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ കാണുന്നു. കേരളീയ പൊതുസമൂഹത്തിന്റെ ഒരു പരിച്ഛേദം അതിന് അടിമകളായി മാറിയിരിക്കുന്നു. അവിടെയാണ് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇവിടെ ഈ കോഴിക്കോടൊക്കെ എന്താ പറയുന്നത്, നിങ്ങൾ ഈ നാക്കിനടി വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഹാൻസോ, അവിടെ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. അവിടെ ശംഭു എന്നാണ് അവിടെ പറയുന്നത്, ഇവിടെ തോന്നുന്നത്. അത് കേരളത്തിൽ നിരോധിച്ചിരിക്കുക. എനിക്ക് പരിചയമുള്ള കൊല്ലത്തുനിന്ന് ഒരാള് മൈസൂരിൽ പോയി വന്നപ്പോൾ, കൊല്ലത്തുനിന്ന് മൈസൂർ ദൂരമാണല്ലോ, നിങ്ങൾക്ക് അത്ര ദൂരമില്ല. അദ്ദേഹത്തിന് അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്. അത് അവർക്കൊരു സന്തോഷത്തിന് വേണ്ടി അയാൾ ഒരു 100 പാക്കറ്റ് വാങ്ങിച്ചോണ്ട്, അവിടെ 5 രൂപയുള്ള കടയിൽ നിന്ന് വാങ്ങിക്കും. 5 രൂപയുടെ സാധനം 100 പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് തൊഴിലാളികൾ കൊടുത്ത് അവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് പുള്ളി മനസ്സിലാക്കിയത്, അവിടെ 50 മുതൽ 80 രൂപ വരെയാണ് ഒരു പാക്കറ്റിന് കൊല്ലത്ത്. എന്നൊരു 500 രൂപയുടെ സാധനം വാങ്ങിച്ചപ്പോൾ അയാൾക്ക് ലാഭം 5000 രൂപ. നാട്ടിൽ നിന്ന് വാങ്ങിച്ചിരുന്നെങ്കിൽ 5000 രൂപ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക,
ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ വെച്ച് 2 ലോറി സാധനം ഇത് പിടിച്ചു. ഇതേ സാധനം അത് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ആലപ്പുഴയിലെ CPM-ന്റെ മുനിസിപ്പൽ കൗൺസിലർ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആ 2 ലോറിയിലെ സാധനം കൊണ്ടുവരുന്നത്. ആ 2 ലോറിയിൽ മാത്രം എത്ര കോടി രൂപയുടെ സാധനമായിരിക്കും, ലാഭമായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു. ഇതുവരെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അബദ്ധവശാൽ പിടിയിലായതാണ്. ബോധപൂർവ്വം ആരെയും പിടിക്കുന്നില്ല. അബദ്ധവശാൽ പിടിയിലായ ഓരോ വ്യക്തിയും CPM-ഓ CPM-ന്റെ പോഷക സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയും. പിന്നെ ഈ ഗവൺമെന്റ് 2021 അധികാരത്തിൽ വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പാവപ്പെട്ടവന്റെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാണല്ലോ. പെൻഷൻ ഞങ്ങൾ വർദ്ധിപ്പിച്ചു, കിറ്റ് കൊടുത്തു, മാത്രമല്ല പ്രചണ്ഡമായ പ്രചരണം. അതിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ ഒക്കാത്ത ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു, പരസ്യമുണ്ടായിരുന്നു. നിങ്ങൾക്ക് മലബാറുകാർക്കാണല്ലോ വിഷു വലിയ പ്രാധാന്യമുള്ളത്. അടുത്ത മാസം വിഷു വരിക. സാധാരണ ഏപ്രിൽ 15, 14, 15 വിഷു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ഏപ്രിൽ 6-ാം തീയതി. പക്ഷെ ഫെബ്രുവരിയിൽ തന്നെ വിഷുവിനെ ആസ്പദമാക്കി ഒരു പരസ്യമാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഓർമ്മ വരും. ഒരു കൊച്ചു കുഞ്ഞ് വീട്ടുമുറ്റത്ത് നിൽക്കുന്നു, ചുറ്റിനും എല്ലാ വീടുകളിലും പടക്കം പൊട്ടിക്കുന്നു. ആ പടക്കം പൊട്ടിക്കുന്ന കണ്ട് വീട്ടുമുറ്റത്ത് പോയി നിൽക്കുന്ന ആ കൊച്ചു മ്ലാനതയോടുകൂടി, വേദനയോടുകൂടി, അവർക്ക് പണമില്ല, പടക്കം വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതെ തിരിച്ച് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അമ്മൂമ്മ ചെപ്പ് തുറന്ന് പെൻഷൻ കിട്ടിയ കാശിൽ നിന്ന് പണമെടുത്ത് കൊടുക്കുന്നു. ആ പണം കൊണ്ട് മത്താപ്പ് വാങ്ങിച്ച് കത്തിക്കുന്ന, ആർത്തുല്ലസിച്ച് അട്ടഹസിക്കുന്ന ആ കുഞ്ഞിന്റെ സന്തോഷം കണ്ട ഹൃദയസ്പർശിയായ ആ പരസ്യം വലിയൊരു സ്വാധീനം തന്നെയാണ്. പക്ഷെ 3 വർഷം കഴിയുമ്പോൾ ഒരു വ്യത്യാസമേ ഉള്ളൂ. ആ അമ്മൂമ്മയാണ് ഇന്നപ്പോൾ ഇടുക്കിയിലെ മറിയക്കുട്ടിയായി പിണറായി പോയപ്പോൾ കറുത്ത അടിവസ്ത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതിഷേധിച്ച ആ അമ്മൂമ്മ എന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനൊക്കെതിരെ ഉള്ള പോരാട്ടവുമായി തന്നെ ഇതിനി ഓരോ ദിവസവും ഇത് കഴിയുന്നതോറും കേരളം കൂടുതൽ തകർച്ചയിലേക്ക് പോകും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു സംശയവുമില്ല, 20-20 ജയിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യവും ഇന്ന് കേരളത്തിൽ നിലനിൽക്കുകയാണ്. 2019 നമ്മൾ 19 ജയിച്ചപ്പോൾ പറഞ്ഞു ശബരിമല വിഷയമാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അറിയാം, ഇന്ന് അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള ജനരോഷമാണ് ഗവൺമെന്റിനെതിരെ നിൽക്കുന്നത്. ഒരു കാര്യം കൂടെ അല്പ സാങ്കേതികമാണെങ്കിലും, ഇവിടെ നമ്മുടെ രാഘവനെ എതിർക്കുന്ന ബഹുമാന്യനായ ശ്രീ എളമരം കരീമിനെ കുറിച്ച് അദ്ദേഹം മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 5 വർഷം തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം വേദിയിലേക്ക് കടന്നു. അന്ന് അതിനുശേഷം CAG-ന്റെ ഏറ്റവും ഉന്നതനായ നേതാവായി ശ്രീ എളമരം കരീം മാറുകയുണ്ടായി. നിങ്ങൾ എല്ലാ വർഷവും നിങ്ങളൊന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. ഇവിടെ എല്ലാ വർഷവും CAG-ന്റെ ആഭിമുഖ്യത്തിൽ എല്ലാവരും ചേർന്ന് കേന്ദ്ര സംഘടനകൾ INTUC ഉണ്ട്, ഞങ്ങളുടെ UTUC ഉണ്ട്, എല്ലാവരും കൂടെ ചേർന്ന് നരേന്ദ്രമോദിക്കെതിരെ ഗവൺമെന്റിനെതിരെ ഒരു സമരം ചെയ്യാറുണ്ട്. അത് ഹർത്താലാകും, മാറി 6 മാസം ഒരിക്കൽ എന്തെങ്കിലും ഒരു സമരം ഉണ്ടാകും, 1 വർഷത്തെ ഒരിക്കൽ ഒരു ഹർത്താൽ ഉണ്ടാകും. അതിൽ പ്രധാനമായി ഉന്നയിച്ച വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ലേബർ കോഡുകൾ പാസ്സാക്കുന്നു, തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ പാസ്സാക്കുന്നു എന്നുള്ളതാണ്. ആ ലേബർ കോഡ് ഞാൻ പരിശോധിച്ചപ്പോൾ ലേബർ കോഡിൽ ഏറ്റവും ദോഷകരമായ ഒരു വ്യവസ്ഥയാണുള്ളത്. ആ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽശാലയിൽ നിയമലംഘനം ഉണ്ടെങ്കിൽ ലേബർ ഉദ്യോഗസ്ഥന് പോയി പരിശോധിക്കാൻ പറ്റത്തില്ല. ഉന്നതരുടെ മേളിൽ നിന്ന് അനുമതി കിട്ടിയാൽ മാത്രമേ പരിശോധന സാധിക്കത്തുള്ളൂ. ഇൻസ്പെക്ഷൻ ഇനി ഇല്ല ഇന്ത്യ രാജ്യത്തെന്നുള്ളതാണ് BJP മുന്നോട്ട് വെച്ച ആ ലേബർ കോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നയം. അതിനെതിരെ ഈ അടുത്ത സമരം നടന്നു. പക്ഷേ ശ്രീ എളമരം കരീം കോഴിക്കോട് മത്സരിക്കുമ്പോൾ ഒരു കാര്യം എളമരം കരീം മറുപടി പറയേണ്ടതുണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ ആകെ സമരം നടത്തുകയും ഞങ്ങളെ കൊണ്ട് സമരം ചെയ്യിക്കുകയും ഈ തൊഴിലാളികളുടെ മുമ്പിൽ നിങ്ങൾ ഈ വേഷം കെട്ട് നടത്തുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റ് 2021 ഒക്ടോബറിൽ ഇതേ വ്യവസ്ഥ തൊഴിൽ ലംഘനങ്ങളിൽ തൊഴിൽശാലകളിൽ പരിശോധന പാടില്ല എന്നുള്ള വ്യവസ്ഥ ഇന്നും കേന്ദ്രം നടപ്പിലാക്കിയിട്ടില്ലാത്ത വ്യവസ്ഥ പിണറായി വിജയൻ ഗവൺമെന്റ് 2021 ഒക്ടോബറിൽ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു.
2021 ഒക്ടോബറിന് ശേഷം നിങ്ങൾ DLOയ്ക്ക് പോയി പരാതി കൊടുത്തോ, ALOയ്ക്ക് പരാതി കൊടുത്തോ, ഒരു പരിശോധനയും കേരളത്തിൽ പാടില്ല എന്ന വ്യവസ്ഥ നടപ്പിലാക്കിയതിനു ശേഷമാണ് കേരളത്തിൽ ഈ നാടകം വരുന്നത്. തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന, സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന കോഴിക്കോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യം ഇങ്ങനൊന്ന് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന ചോദ്യവും അതിന് മറുപടി തന്നതിന് ശേഷം മതി വോട്ട് ചോദിക്കുന്നത് എന്ന് പറയാനുള്ള തന്റേടവും നിങ്ങൾ കാണിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം.